1 ദിനവൃത്താന്തം അധ്യായം 19. അതിന്റെ ശേഷം അമോന്യരുടെ രാജാവായ നാഹാഷ് മരിച്ചു. അവന്റെ മകൻ അവനു പകരം രാജാവായി. അപ്പോൾ ദാവീദ്, നാഹാഷ് എനിക്ക് ദയ കാണിച്ചതുകൊണ്ട് അവന്റെ മകനായ ഹാനൂന് ഞാനും ദയ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ അപ്പനെക്കുറിച്ച് അവനോട് ആശ്വാസവാക്ക് പറവാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു. ദാവീദിന്റെ ദൂതന്മാർ അമോന്യരുടെ ദേശത്ത് ഹാനൂന്റെ അടുക്കൽ അവനെ ആശ്വസിപ്പിപ്പാൻ വന്നപ്പോൾ അമോന്യ പ്രഭുക്കന്മാർ ഹാനൂനോട്, ദാവീദ് നിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു നിന്റെ അടുക്കൽ ആശ്വസിപ്പിക്കുന്നവരെ അയച്ചിരിക്കുന്നത് എന്ന് നിനക്ക് തോന്നുന്നുവോ? ദേശത്തെ പരിശോധിപ്പാനും മുടിപ്പാനും ഒറ്റുനോക്കുവാനുമല്ലയോ അവന്റെ ഭൃത്യന്മാർ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ചു ക്ഷൗരം ചെയ്യിച്ചു. അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിച്ചു കളഞ്ഞു വിട്ടയച്ചു. ചിലർ ചെന്ന് ആ പുരുഷന്മാരുടെ വസ്തുത ദാവീദിനെ അറിയിച്ചു. അവർ ഏറ്റവും ലജ്ജിച്ചിരിക്കയാൽ അവൻ അവരെ എതിരേൽപ്പാൻ ആളയച്ചു. നിങ്ങളുടെ താടി വളരുന്നതുവരെ യെരിഹോവിൽ പാർത്തിട്ട് മടങ്ങി വരുവീൻ എന്ന് രാജാവ് പറയിച്ചു. തങ്ങൾ ദാവീദിന് വെറുപ്പായി എന്ന് അമോന്യർ കണ്ടപ്പോൾ ഹാനൂനും അമോന്യരും മെസൊപ്പൊത്താമ്യയിൽ നിന്നും മയഖയോട് ചേർന്ന അരാമിൽ നിന്നും സോബയിൽ നിന്നും രഥങ്ങളെയും കുതിരപ്പടയാളികളെയും 1000 താലന്ത് വെള്ളി കൊടുത്തു കൂലിക്ക് വാങ്ങി. അവർ 32,000 രഥങ്ങളെയും മയഖ രാജാവിനെയും അവന്റെ പടജനത്തെയും കൂലിക്ക് വാങ്ങി. അവർ വന്ന് മെദേബയ്ക്ക് മുൻപിൽ പാളയമിറങ്ങി. അമോന്യരും അവരുടെ പട്ടണങ്ങളിൽ നിന്ന് വന്നുകൂടി പടയ്ക്ക് പുറപ്പെട്ടു. ദാവീദ് അത് കേട്ടപ്പോൾ യോവാബിനെയും വീരന്മാരുടെ സകല സൈന്യത്തെയും അയച്ചു. അമോന്യർ പുറപ്പെട്ടു പട്ടണത്തിന്റെ പടിവാതിൽക്കൽ പടയ്ക്ക് അണിനിരന്നു. വന്ന രാജാക്കന്മാരോ തനിച്ച് വെളിംപ്രദേശത്തായിരുന്നു. തന്റെ മുൻപിലും പിൻപിലും പട നിരന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ യോവാബ് എല്ലാ ഇസ്രായേൽ വീരന്മാരിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുത്തു അരാമ്യർക്കെതിരെ അണിനിരത്തി. ശേഷം പടജനത്തെ അവൻ തന്റെ സഹോദരനായ അബീശായിയെ ഏൽപ്പിച്ചു. അവർ അമോന്യർക്കെതിരെ അണിനിരന്നു. പിന്നെ അവൻ, അരാമ്യർ എന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ നീ എനിക്ക് സഹായം ചെയ്യണം. അമോന്യർ നിന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ ഞാൻ നിനക്ക് സഹായം ചെയ്യും. ധൈര്യമായിരിക്ക, നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിന്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക. യഹോവയോ തനിക്കിഷ്ടമായത് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ യോവാബും കൂടെയുള്ള ജനവും അരാമ്യരോട് പടയ്ക്കടുത്തു. അവർ അവന്റെ മുൻപിൽ നിന്നോടി. അരാമ്യർ ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അമോന്യരും അതുപോലെ അവന്റെ സഹോദരനായ അബീശായിയുടെ മുൻപിൽ നിന്നോടി പട്ടണത്തിൽ കടന്നു. യോവാബ് യെരുശലേമിലേക്ക് പോന്നു. തങ്ങൾ ഇസ്രായേലിനോട് തോറ്റുപോയി എന്ന് അരാമ്യർ കണ്ടപ്പോൾ അവർ ദൂതന്മാരെ അയച്ചു നദിക്ക് അക്കരെയുള്ള അരാമ്യരെ വരുത്തി. ഹദദേസരിന്റെ സേനാപതിയായ ശോഫക്ക് അവരുടെ നായകനായിരുന്നു. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ എല്ലാ ഇസ്രായേലിനെയും കൂട്ടി യോർദാൻ കടന്ന് അവർക്കെതിരെ ചെന്നു അവരുടെ നേരെ അണിനിരത്തി. ദാവീദ് അരാമ്യർക്ക് നേരെ പടയ്ക്ക് അണിനിരത്തിയ ശേഷം അവർ അവനോട് പടയേറ്റ് യുദ്ധം ചെയ്തു. എന്നാൽ അരാമ്യർ ഇസ്രായേലിന്റെ മുൻപിൽ നിന്നോടി. ദാവീദ് അരാമ്യരിൽ 7,000 തേരാളികളെയും 40,000 കാലാളുകളെയും നിഗ്രഹിച്ചു. സേനാപതിയായ ശോഫക്കിനെയും കൊന്നുകളഞ്ഞു. ഹദദേസരിന്റെ ഭൃത്യന്മാർ തങ്ങൾ ഇസ്രായേലിനോട് തോറ്റുപോയെന്ന് കണ്ടിട്ട് ദാവീദിനോട് സന്ധി ചെയ്തു. അവന് കീഴടങ്ങി. അമോന്യരെ സഹായിപ്പാൻ അരാമ്യർ പിന്നെ തുനിഞ്ഞതുമില്ല. 1 ദിനവൃത്താന്തം അധ്യായം 20. പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലത്ത് യോവാബ് സൈന്യബലത്തോടെ പുറപ്പെട്ടു. അമോന്യരുടെ ദേശത്തെ ശൂന്യമാക്കിയിട്ട് ചെന്ന് രബ്ബയെ വളഞ്ഞു. ദാവീദോ യെരുശലേമിൽ തന്നെ താമസിച്ചിരുന്നു. യോവാബ് രബ്ബയെ പിടിച്ചു നശിപ്പിച്ചു. ദാവീദ്
അവരുടെ രാജാവിന്റെ കിരീടം അവന്റെ തലയിൽ നിന്നെടുത്തു. അതിന്റെ തൂക്കം 1 താലന്ത് പൊന്ന് എന്ന് കണ്ടു. അതിൽ രത്നങ്ങളും പതിച്ചിരുന്നു. അത് ദാവീദിന്റെ തലയിൽ വെച്ചു. അവൻ ആ പട്ടണത്തിൽ നിന്ന് അനവധി കൊള്ളയും കൊണ്ടുപോന്നു. അവൻ അതിലെ ജനത്തെ പുറത്തു കൊണ്ടുവന്നു, ഈർച്ചവാളിനും മിതിവണ്ടിക്കും കോടാലിക്കുമാക്കി. ഇങ്ങനെ ദാവീദ് അമ്മോന്യരുടെ എല്ലാ പട്ടണങ്ങളോടും ചെയ്തു. പിന്നെ ദാവീദും സകല ജനവും യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അതിന്റെ ശേഷം ഗേസരിൽ വെച്ച് ഫെലിസ്ത്യരോട് യുദ്ധമുണ്ടായി. ആ സമയത്ത് ഹൂഷാത്യനായ സിബെക്കായി മല്ലന്മാരുടെ മക്കളിൽ ഒരുത്തനായ സിപ്പായിയെ വെട്ടിക്കൊന്നു. പിന്നെ അവർ കീഴടങ്ങി. പിന്നെയും ഫെലിസ്ത്യരോട് യുദ്ധമുണ്ടായപ്പോൾ യായീറിന്റെ മകനായ എൽഹാനാൻ ഗിത്യനായ ഗോല്യാത്തിന്റെ സഹോദരനായ ലെമ്മിയെ വെട്ടിക്കൊന്നു. അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പ് തടി പോലെയായിരുന്നു. വീണ്ടും ഗത്തിൽ വെച്ച് യുദ്ധമുണ്ടായി. അവിടെ ദീർഘകായകനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന് ഓരോ കൈക്ക് 6 വിരലും ഓരോ കാലിന് 6 വിരലും ആകെ 24 വിരലുണ്ടായിരുന്നു. അവനും രാഭയ്ക്ക് ജനിച്ചവനായിരുന്നു. അവൻ ഇസ്രായേലിനെ ധിഖരിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനായ ശിമെയിയുടെ മകനായ യോനാഥാൻ അവനെ വെട്ടിക്കൊന്നു. ഇവർ ഗത്തിൽ രാഫയ്ക്ക് ജനിച്ചവരായിരുന്നു. അവർ ദാവീദിന്റെയും അവന്റെ ദാസന്മാരുടെയും കൈയാൽ പട്ടുപോയി. 1 ദിനവൃത്താന്തം അധ്യായം 21. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു. ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. ദാവീദ് യോവാബിനോടും ജനത്തിന്റെ പ്രഭുക്കന്മാരോടും, നിങ്ങൾ ചെന്ന് ബേർഷേബ മുതൽ ദാൻ വരെ ഇസ്രായേലിനെ എണ്ണി അവരുടെ സംഖ്യ ഞാൻ അറിയേണ്ടതിന് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അതിന് യോവാബ്, യഹോവ തന്റെ ജനത്തെ ഉള്ളതിൽ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കട്ടെ. എങ്കിലും എന്റെ യജമാനനായ രാജാവേ, അവർ ഒക്കെയും യജമാനന്റെ ദാസന്മാരല്ലയോ? യജമാനൻ ഈ കാര്യം അന്വേഷിക്കുന്നത് എന്ത്? ഇസ്രായേലിന് കുറ്റത്തിന്റെ കാരണമായി തീരുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എന്നാൽ യോവാബ് രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. അതുകൊണ്ട് യോവാബ് പുറപ്പെട്ടു, എല്ലാ ഇസ്രായേലിലും കൂടി സഞ്ചരിച്ചു, യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. യോവാബ് ജനത്തെ എണ്ണിയ സംഖ്യ ദാവീദിനു കൊടുത്തു. ഇസ്രായേലിൽ ആയുധപാണികളെല്ലാം കൂടി 11,00,000 പേർ. യഹൂദയിൽ ആയുധപാണികൾ 4,70,000 പേർ. എന്നാൽ രാജാവിന്റെ കൽപ്പന യോവാബിന് വെറുപ്പായിരുന്നതുകൊണ്ട് അവൻ ലേവിയെയും ബെന്യാമീനെയും അവരുടെ കൂട്ടത്തിൽ എണ്ണിയില്ല. ദൈവത്തിന് ഈ കാര്യം അനിഷ്ടമായിരുന്നതുകൊണ്ട് അവൻ ഇസ്രായേലിനെ ബാധിച്ചു. അപ്പോൾ ദാവീദ് ദൈവത്തോട്, ഈ കാര്യം ചെയ്തതിനാൽ ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു. എന്നാൽ അടിയന്റെ അകൃത്യം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തുപോയി എന്ന് പറഞ്ഞു. യഹോവ ദാവീദിന്റെ ദർശകനായ ഗാദിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ ചെന്ന് ദാവീദിനോട്, ഞാൻ 3 കാര്യം നിന്റെ മുൻപിൽ വയ്ക്കുന്നു, അവയിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറക. അങ്ങനെ ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്നു അവനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, 3 സംവത്സരത്തെ ക്ഷാമമോ, നിന്റെ ശത്രുക്കളുടെ വാൾ നിന്നെ തുടർന്നെത്തി നീ 3 മാസം നിന്റെ ശത്രുക്കളാൽ നശിക്കുകയോ, ദേശത്ത് 3 ദിവസം യഹോവയുടെ വാളായ മഹാമാരി ഉണ്ടായി ഇസ്രായേൽ ദേശത്തൊക്കെയും യഹോവയുടെ ദൂതൻ സംഹാരം ചെയ്യുകയോ, ഇവയിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക. എന്നെ അയച്ചവനോട് ഞാൻ എന്തോരു മറുപടി പറയണ്ടു എന്നാലോചിച്ചു നോക്കുക എന്ന് പറഞ്ഞു. ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, ഞാനിപ്പോൾ യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ, അവന്റെ കരുണ ഏറ്റവും വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ ഇസ്രായേലിൽ മഹാമാരി അയച്ചു. ഇസ്രായേലിൽ 70,000 പേർ വീണുപോയി. ദൈവം യെരൂശലേമിനെ നശിപ്പിക്കേണ്ടതിന് ഒരു ദൂതനെ അവിടെ അയച്ചു.
അവൻ നശിപ്പിപ്പാൻ ഭാവിക്കുമ്പോൾ യഹോവ കണ്ടു ആ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ച് നാശകദൂതനോട്, മതി, നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിനരികെ നിൽക്കുകയായിരുന്നു. ദാവീദ് തലപൊക്കി യഹോവയുടെ ദൂതൻ വാൾ ഊരി യെരുശലേമിന് മീതെ നീട്ടിപ്പിടിച്ചും കൊണ്ട് ഭൂമിക്കും ആകാശത്തിനും മധ്യേ നിൽക്കുന്നത് കണ്ടു. ദാവീദും മൂപ്പന്മാരും രട്ടുടുത്തു സാഷ്ടാംഗം വീണു. ദാവീദ് ദൈവത്തോട്, ജനത്തെ എണ്ണുവാൻ പറഞ്ഞവൻ ഞാനല്ലയോ? ദോഷം ചെയ്ത പാപി ഞാനാകുന്നു. ഈ ആടുകൾ എന്തു ചെയ്തിരിക്കുന്നു? യഹോവേ, എന്റെ ദൈവമേ, നിന്റെ കൈ ബാധയ്ക്കായിട്ട് നിന്റെ ജനത്തിന്മേലല്ല, എന്റെ മേലും എന്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ ദൂതൻ ഗാദിനോട്, ദാവീദ് ചെന്ന് യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയണമെന്ന് ദാവീദിനോട് പറവാൻ കൽപ്പിച്ചു. യഹോവയുടെ നാമത്തിൽ ഗാദ് പറഞ്ഞ വചനപ്രകാരം ദാവീദ് ചെന്നു. ഒർന്നാൻ തിരിഞ്ഞ് ദൂതനെ കണ്ടു തന്റെ 4 പുത്രന്മാരുമായി ഒളിച്ചു. ഒർന്നാൻ കോതമ്പ് മെതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദാവീദ് ഒർന്നാന്റെ അടുക്കൽ വന്നപ്പോൾ ഒർന്നാൻ നോക്കി ദാവീദിനെ കണ്ടു കളത്തിൽ നിന്ന് പുറത്തു ചെന്നു. ദാവീദിന്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് ഒർന്നാനോട്, ഈ കളത്തിന്റെ സ്ഥലത്ത് ഞാൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയേണ്ടതിന് അത് എനിക്ക് തരേണം. ബാധ ജനത്തെ വിട്ടുമാറേണ്ടതിന് നീ അത് മുഴുവലയ്ക്ക് എനിക്ക് തരേണം എന്ന് പറഞ്ഞു. അതിന് ഒർന്നാൻ ദാവീദിനോട്, അതെടുത്തുകൊള്ളുക, യജമാനനായ രാജാവിന്റെ പ്രസാദം പോലെ ചെയ്തുകൊണ്ടാലും ഇതാ, ഞാൻ ഹോമയാഗത്തിന് കാളകളെയും വിറകിന് മെതിവണ്ടികളെയും ഭോജനയാഗത്തിന് കോതമ്പിനെയും തരുന്നു, എല്ലാം ഞാൻ തരുന്നു എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ഒർന്നാനോട്, അങ്ങനെയല്ല, ഞാൻ മുഴുവലേക്ക് അത് വാങ്ങുകയുള്ളൂ. നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്കായിട്ട് എടുക്കുകയില്ല, ചെലവ് കൂടാതെ ഹോമയാഗം കഴിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് ആ സ്ഥലത്തിന് 600 ശേക്കൽ പൊന്ന് ഒർന്നാന് കൊടുത്തു. ദാവീദ് അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. യഹോവയോട് പ്രാർത്ഥിച്ചു. അവൻ ആകാശത്തിൽ നിന്ന് ഹോമപീഠത്തിന്മേൽ തീ ഇറക്കി. അവൻ ഉത്തരമരുളി. യഹോവ ദൂതനോട് കൽപ്പിച്ചു. അവൻ തന്റെ വാൾ വീണ്ടും ഉറയിലിട്ടു. ആ കാലത്ത് യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിൽ വെച്ച് യഹോവ തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി എന്ന് ദാവീദ് കണ്ടിട്ട് അവിടെ യാഗം കഴിച്ചു. മോശ മരുഭൂമിയിൽ വെച്ചുണ്ടാക്കിയിരുന്ന യഹോവയുടെ തിരുനിവാസവും ഹോമപീഠവും അന്ന് ഗിബെയോനിലെ പൂജാഗിരിയിലായിരുന്നു. യഹോവയുടെ ദൂതന്റെ വാളിനെ പേടിച്ചതുകൊണ്ട് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് അവിടെ ചെല്ലുവാൻ ദാവീദിന് കഴിഞ്ഞില്ല. 1 ദിനവൃത്താന്തം അധ്യായം 22. ഇത് യഹോവയായ ദൈവത്തിന്റെ ആലയം, ഇത് ഇസ്രായേലിന് ഹോമപീഠം എന്ന് ദാവീദ് പറഞ്ഞു. അനന്തരം ദാവീദ് ഇസ്രായേൽ ദേശത്തിലെ അന്യജാതിക്കാരെ കൂട്ടിവരുത്തുവാൻ കൽപ്പിച്ചു. ദൈവത്തിന്റെ ആലയം പണിവാൻ ചതുരക്കല്ല് ചെത്തേണ്ടതിന് അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു. ദാവീദ് പടിവാതിൽ കതകുകളുടെ ആണികൾക്കായിട്ടും കൊളുത്തുകൾക്കായിട്ടും വളരെ ഇരുമ്പും തൂക്കമില്ലാതെ വളരെ താമ്രവും അനവധി ദേവദാരുവും ഒരുക്കി വെച്ചു. സീദോന്യരും സോര്യരും അനവധി ദേവദാരു ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളം പ്രായവും ഉള്ളവനാകുന്നു. യഹോവയ്ക്കായി പണിയേണ്ടുന്ന ആലയമോ കീർത്തിയും ശോഭയും കൊണ്ട് സർവ്വദേശങ്ങൾക്കും അതിമഹത്വമുള്ളതായിരിക്കണം. ആകയാൽ ഞാൻ അതിന് തക്കവണ്ണം വട്ടം കൂട്ടും എന്ന് ദാവീദ് പറഞ്ഞു. അങ്ങനെ ദാവീദ് തന്റെ മരണത്തിനു മുൻപേ ധാരാളം വട്ടം കൂട്ടി. അവൻ തന്റെ മകനായ ശലോമോനെ വിളിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ഒരു ആലയം പണിവാൻ കൽപ്പന കൊടുത്തു. ദാവീദ് ശലോമോനോട് പറഞ്ഞത്, മകനെ, ഞാൻ തന്നെ എൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിവാൻ താൽപ്പര്യപ്പെട്ടിരുന്നു. എങ്കിലും
എനിക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ വളരെ രക്തം ചിന്തി വലിയ യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട്. നീ എൻ്റെ നാമത്തിന് ഒരാലയം പണിയരുത്. നീ എൻ്റെ മുൻപാകെ ഭൂമിയിൽ ബഹുരക്തം ചിന്തിയിരിക്കുന്നു. എന്നാൽ നിനക്കൊരു മകൻ ജനിക്കും. അവൻ വിശ്രമ പുരുഷനായിരിക്കും. ഞാൻ ചുറ്റുമുള്ള അവൻ്റെ സകല ശത്രുക്കളെയും നീക്കി അവന് വിശ്രമം കൊടുക്കും. അവൻ്റെ പേർ ശലോമോൻ എന്നായിരിക്കും. അവൻ്റെ കാലത്ത് ഞാൻ ഇസ്രായേലിന് സമാധാനവും സ്വസ്ഥതയും നൽകും. അവൻ എൻ്റെ നാമത്തിന് ഒരാലയം പണിയും. അവൻ എനിക്ക് മകനായും ഞാൻ അവൻ അപ്പനായും ഇരിക്കും. ഇസ്രായേലിൽ അവൻ്റെ രാജാസനം ഞാൻ എന്നേക്കും നിലനിൽക്കുമാറാക്കും. ആകയാൽ എൻ്റെ മകനെ, യഹോവ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നിന്റെ ദൈവമായ യഹോവ നിന്നെക്കുറിച്ച് അരുളി ചെയ്തതുപോലെ നീ കൃതാർത്ഥനായി അവൻ്റെ ആലയം പണിക. നിന്റെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണം നീ ആചരിക്കേണ്ടതിന് യഹോവ നിനക്ക് ജ്ഞാനവും വിവേകവും തന്ന് നിന്നെ ഇസ്രായേലിന് നിയമിക്കുമാറാകട്ടെ. യഹോവ ഇസ്രായേലിന് വേണ്ടി മോശയോട് കൽപ്പിച്ച ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ചിരിക്കുന്നു എങ്കിൽ നീ കൃതാർത്ഥനാകും. ധൈര്യപ്പെട്ട് ഉറച്ചിരിക്ക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. ഇതാ, ഞാൻ എൻ്റെ കഷ്ടത്തിൽ യഹോവയുടെ ആലയത്തിനായി 1,00,000 താലന്ത് പൊന്നും 10,00,000 താലന്ത് വെള്ളിയും പെരുപ്പം നിമിത്തം തൂക്കമില്ലാത്ത താമ്രവും ഇരുമ്പും സ്വരൂപിച്ചിട്ടുണ്ട്. മരവും കല്ലും കൂടെ ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു. നിനക്ക് ഇനിയും അതിനോട് ചേർത്ത് കൊള്ളാമല്ലോ. നിന്റെ സ്വാധീനത്തിൽ കല്ലുവെട്ടുകാർ, കൽപ്പണിക്കാർ, ആശാരികൾ എന്നിങ്ങനെ അനവധി പണിക്കാരും സകലവിധ കൗശലപ്പണിക്കാരുമുണ്ടല്ലോ. പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ് എന്നിവ ധാരാളമുണ്ട്. ഉത്സാഹിച്ചു പ്രവർത്തിച്ചു കൊള്ളുക. യഹോവ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ദാവീദ് ഇസ്രായേലിന്റെ സകല പ്രഭുക്കന്മാരോടും തന്റെ മകനായ ശലോമോനെ സഹായിപ്പാൻ കൽപ്പിച്ചു പറഞ്ഞത്: നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോടുകൂടിയുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് ചുറ്റും വിശ്രമം വരുത്തിയിരിക്കുന്നു. അവൻ ദേശനിവാസികളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദേശം യഹോവയ്ക്കും അവൻ്റെ ജനത്തിനും കീഴടങ്ങിയും ഇരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാൻ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുപ്പീൻ. എഴുന്നേൽപ്പീൻ. യഹോവയുടെ നിയമപ്പെട്ടകവും ദൈവത്തിൻ്റെ വിശുദ്ധ പാത്രങ്ങളും യഹോവയുടെ നാമത്തിന് പണിവാനുള്ള ആലയത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് യഹോവയായ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തെ പണിവീൻ.